കുലാല സമുദായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന OEC ആനുകൂല്യത്തിന്റെ തടസ്സമില്ലാതാക്കി വിതരണം ചെയ്യുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. കണ്ണൂർ കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൺപാത്ര നിർമ്മാണ കോർപ്പറേഷനിലൂടെ മൺപാത്രങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്താൻ തൊഴിലാളികളെ സഹായിക്കും. കുലാല ചക്രങ്ങൾ ആധുനീകരിക്കാൻ സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ തൊഴിലിൻ്റെ വിഷയം, നമ്മുടെ വരുമാനത്തിൻ്റെ വിഷയം, അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള ചർച്ച നടത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ആദ്യമായി കണ്ട ഒരാളോടാണ് 3 മണിക്കൂർ ചർച്ച നടത്തുന്നത്. നിങ്ങൾ കേൾക്കണം. അതാണ് ആദ്യമായിട്ട് കാണുന്ന ആളോട് 3 മണിക്കൂർ ചർച്ച നടത്താൻ ഒരു മന്ത്രി. പിന്നെ ചർച്ച നടത്തിയ വിഷയം ഈ പറഞ്ഞ കുലാല അല്ലേ, ഇങ്ങനെ കുറേ കുലാലയുണ്ട്. അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ച നടത്തി. ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞു. KMSS സംസ്ഥാന പ്രസിഡന്റ് B. സുഭാഷ് ബോസ് ആറ്റുകാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാനായി ചുമതലയേറ്റ സുഭാഷ് ബോസിന് മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. അഖില ഭാരതീയ കുംഭാര മഹാസഭ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ശിവകുമാർ ഷെട്ടി മുഖ്യാതിഥിയായിരുന്നു. BJP നേതാവ് പ്രഫുൽ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ദേശീയ തലത്തിൽ അംഗീകാരം നേടിയ സമുദായ അംഗങ്ങളെ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ G. സിദ്ധാർത്ഥൻ അനുമോദിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്, ട്രഷറർ CK ചന്ദ്രൻ, VV പ്രഭാകരൻ, K. ഭാസ്കരൻ, PT രാജൻ, AG ഉണ്ണികൃഷ്ണൻ, PV വിജയൻ, MK ചന്ദ്രൻ, വനിതാവേദി സംസ്ഥാന പ്രസിഡന്റ് ലതിക രവീന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി PK ജനാർദ്ദനൻ, P. ചന്ദ്രൻ, സ്വാഗത സംഘം ചെയർമാൻ K. രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കണ്ണൂർ സെന്റ് മൈക്കിൾസ് പരിസരത്ത് നിന്ന് പ്രഭ ജംഗ്ഷൻ വഴി സ്റ്റേഡിയം കോർണറിലേക്ക് ആയിരങ്ങൾ പങ്കെടുത്ത പ്രകടനം സമുദായാംഗങ്ങളുടെ സംഘശക്തി വിളിച്ചോതുന്നതിനായി എന്നും അധികാര രാഷ്ട്രീയത്തിന്റെ മേലെ വലിയ രീതിയിൽ ദളിതരും പിന്നോക്കക്കാരും കടന്നു വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാതി സെൻസസ് നടത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ ഇന്ത്യയുടെ പരിച്ഛേദം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം